സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സ്റ്റോളാണിത്. VFPCK നടത്തുന്ന ഈ എക്സിബിഷനിൽ, അതായത് 21-ാം തീയതി അവസാനിക്കുന്ന ഈ എക്സിബിഷനിൽ കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ അവരുടെ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഒരു ചെറിയ രൂപരേഖ ഈ സ്റ്റോൾ കൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഹൈഡ്രോപോണിക്സ് ഉണ്ട്. ഹൈഡ്രോപോണിക്സ് കൃഷി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടില്ലെങ്കിൽ നൂതന ഒരു കൃഷി രീതിയാണ്. ഇതിനകത്ത് നിങ്ങൾ കാണുന്ന പോലെ മണ്ണില്ലാ കൃഷിയാണ്. ഇതിനകത്തൂടെ വളവും കാര്യങ്ങളും എല്ലാം ഇതിനകത്തൂടെ അതിൻ്റെ അകത്ത് തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പല മോഡലുകൾ നമ്മളിവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇതിന് ഗവൺമെൻറ് ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂക്കൃഷികൾ, കട്ട് ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ മറ്റ് വിവിധങ്ങളായ പോളി ഹൗസുകൾ, ഡ്രിപ്പ് ഇറിഗേഷന്, സെൻസർ ബേസ്ഡ് കൾട്ടിവേഷനുള്ള പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷന്, സെൻസർ ബേസ്ഡ് കൾട്ടിവേഷന്, ഇങ്ങനെയുള്ള വിവിധങ്ങളായ പദ്ധതികൾക്ക് ഗവൺമെൻറ് സബ്സിഡി നൽകുന്നുണ്ട്. അത് കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴിയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതായത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു. കൃഷി രീതി എന്ന് പറയാം. ഇത് ഹൈഡ്രോപോണിക്സ് എന്ന് പറയും. ഈ കൃഷി രീതി മണ്ണില്ലാ കൃഷിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഹൈബ്രിഡ് സീഡ്സ് മുളപ്പിച്ചതിന് ശേഷം അത് ഇതിൻ്റെ അകത്തൂടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കൂടിയാണ് ഇതിൻ്റെ വളവും മറ്റ് ആഹാര സാധനങ്ങളും ഈ കൃഷി കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ പ്ലാന്റിന് കിട്ടുന്നത്. അങ്ങനെ ഇത് വളരും. ഇത് വലിയ നല്ല രീതിയിൽ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി പോളി ഹൗസിൽ, അതായത് നമ്മുടെ സെൻസർ ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഈൽഡ് കിട്ടും. ഇതെല്ലാം ഇലച്ചെടികളാണ്. ഇതിനകത്ത് കൂടുതൽ നല്ലതായിട്ട് വളരുന്നത് ഇലച്ചെടികളാണ്. അതായത് സാലഡ്സിന് ഉപയോഗിക്കുന്ന സെലറി, ലെറ്റ്യൂസ്, അങ്ങനെയുള്ള തക്കാളിയൊക്കെ വളർത്തുന്നുണ്ടല്ലോ. തക്കാളിയൊക്കെ വളർത്താം നമുക്ക്. ഏറ്റവും കൂടുതൽ വളരുന്നത് ഇങ്ങനെയുള്ള ഇതാണ്, ഇങ്ങനെ ലീഫി വെജിറ്റബിൾസ് ആണ്. വളങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇതിന് ഇതാണ് നമ്മുടെ ലിക്വിഡായിട്ടുള്ള വളങ്ങളാണ് കൊടുക്കുന്നത്. ഇതിന് ഒരു വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കുന്നത്. അതിന് പ്രത്യേക ഒരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജിൽ അതനുസരിച്ചാണ് സമയമൊക്കെ ഉണ്ടോ? ഇത്ര ഇന്റർവെൽ ഇടവിട്ടാണ് വളം ഇതിന് സപ്ലൈ ചെയ്യുന്നത്. ഇതെല്ലാം സെൻസർ ബേസ്ഡ് ആണ്. കറണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് സമയത്ത് വളം വീഴുകയും നമ്മൾ വേറെ ആളിൻ്റെ ഒരു അധ്വാനവുമില്ല. പക്ഷേ ഇതിൻ്റെ മുതൽ മുടക്ക് കുറച്ച് കൂടുതലായിരിക്കും. സബ്സിഡി ഉണ്ട്. 40% സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതായത് കൃഷി ഓഫീസോട് ബന്ധപ്പെട്ടാൽ എല്ലാ കൃഷി ഓഫീസിലും ഉണ്ടോ? എല്ലാ കൃഷി ഓഫീസിലും ബന്ധപ്പെട്ടാൽ അവർക്ക് അതിനുള്ള സോഴ്സ് പറഞ്ഞു തരും. ഓക്കെ, താങ്ക് യു.